ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 30, ഒന്നാമത്തെ വായനാ ഭാഗം 1 ദിനവൃത്താന്തം 12-ാം അധ്യായം. നമ്മൾ ഇന്ന് തൊട്ടു മുമ്പ് കണ്ടത് ദാവീദിനെ രാജാവാക്കുന്ന ഒരു സംഭവത്തെ സംബന്ധിച്ചാണ്. എന്നാൽ നമ്മൾ അതിന് അല്പം മുമ്പുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ 12-ാം അധ്യായത്തിൽ ആദ്യം പറയുന്നത്. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് സിക്ലാഗിൽ ഒളിച്ചു പാർത്തിരുന്ന സമയത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന, അന്ന് രാജാവല്ല, ഈ ശൗൽ രാജാവിനെ ഒളിച്ചു പാർക്കുകയാണ്. സിക്ലാഗിൽ വന്നിരുന്നു. സിക്ലാഗിൽ വന്നപ്പോൾ അവിടെ ഒളിച്ചു പാർത്ത്, സിക്ലാഗ് എന്ന് പറയുന്നത് ഫെലിസ്ത്യ ദേശമാണ്. അവിടെ ഒളിച്ചു പാർക്കുകയാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ അന്വേഷിച്ച് വന്ന ഒരുപാട് മിടുക്കന്മാരായ സമർത്ഥന്മാരായ അമ്പെയ്യുവാനും കല്ലെറിയുവാനും കൈകൊണ്ട് ബലം പിടിച്ച് യുദ്ധം ചെയ്യുവാനും ദ്വന്ദ്വയുദ്ധം ചെയ്യുവാനും ഒക്കെയുള്ള കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേർ വന്ന ഒരു ലിസ്റ്റ് നമ്മളോട് വായിക്കുന്നുണ്ട്. ആ ലിസ്റ്റ് ഒരു എണ്ണം പറഞ്ഞാണ് അതിൽ വായിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു 16-ാമത്തെ വാക്യത്തിൽ ചില ബെന്യാമീനും യഹൂദരും ദുർഗത്തിൽ രാജാവിൻ്റെ അടുക്കൽ വന്നു. ദാവീദ് അവരെല്ലാം എതിരേറ്റു. അവരെ ഒന്നും മടിച്ചില്ല. ആരാണ്, നല്ലവരുണ്ടോ ചീത്ത ആളുകളുണ്ടോ, തന്നെ ഉപദ്രവിക്കാൻ വന്നവരുണ്ടോ സഹായിക്കാൻ വന്നവരുണ്ടോ, തന്നെ വിശ്വസ്തരുണ്ടോ എന്നൊന്നും അറിയുന്നില്ല ദാവീദ്. പക്ഷേ ദാവീദ് ഒരു കാര്യം പറയും: നിങ്ങൾ എന്നെ സഹായിപ്പാൻ സമാധാനത്തോട് വന്നിരിക്കുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. എൻ്റെ കയ്യിൽ അന്യായമൊന്നും ഇല്ലാതിരിക്കെ എൻ്റെ ശത്രുക്കൾക്ക് എന്നെ കാണിച്ചു കൊടുക്കാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നോക്കി ശിക്ഷിക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ 30 പേരിൽ ഒരു കണക്ക് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത്, ദാവീദ് അവരെ കൈക്കൊണ്ട് പടക്കൂട്ടത്തിന് തലവന്മാരാക്കി. ദാവീദ് ഫെലിസ്ത്യരോടുകൂടെ ശൗലിൻ്റെ നേരെ യുദ്ധത്തിന് ചെന്നപ്പോൾ മനശ്ശേരിൽ ചിലരും അവനോട് ചേർന്നു. അവർക്ക് തുണ ചെയ്തില്ല താനും. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ആലോചിച്ചു. അപ്പോൾ ഇത് ഫെലിസ്ത്യരുടെ കൂടെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി ദാവീദ് നിൽക്കുകയാണ്. ദാവീദും ദാവീദിൻ്റെ കൂടെയുള്ള ആൾക്കാരും. പക്ഷേ അത് നമ്മൾ രാജാക്കന്മാർ പുസ്തകത്തിൽ വിശദമായി തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫെലിസ്ത്യയിലെ പ്രഭുക്കന്മാർ ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഇവൻ ശൗലിന് 1000 കൊടുക്കുകയും ദാവീദിന് 10,000 കൊടുക്കുകയും ചെയ്ത അവൻ്റെ വിശ്വസ്തനായ ദാവീദ്, അവൻ്റെ പടയോട്ടങ്ങളെല്ലാം നയിച്ച ദാവീദ്, ഇന്ന് നമ്മുടെ തല കൊണ്ടല്ലേ അവനവൻ്റെ യജമാനൻ്റെ സ്നേഹവും വിശ്വസ്തയും കാക്കുകയുള്ളൂ. ഇവൻ നമ്മളെ ചതിക്കില്ലേ, അതുകൊണ്ട് ഇവൻ നമ്മുടെ കൂടെ യുദ്ധത്തിന് വരണ്ട എന്ന് പ്രഭുക്കന്മാർ പറയും. പക്ഷെ അന്ന് അവിടുത്തെ രാജാവിന് ഇയാളോട് വലിയ പ്രിയമായിരുന്നു. പക്ഷേ പ്രഭുക്കന്മാർ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രഭുക്കന്മാർ നീ യുദ്ധത്തിന് വരണ്ടെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നീ തിരിച്ചു പൊക്കോളാൻ പറയും. അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. അത് നമുക്ക് ആ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെ അവർ തിരിച്ചു പോവുകയാണ്. പക്ഷെ ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നുള്ളത്. അവനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്ന് ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലും വലിയൊരു സൈന്യമായി. ഇനിയും പിന്നെ വായിക്കുന്നത് യഹോവയുടെ വചനപ്രകാരം ശൗലിൻ്റെ രാജ്യത്വം നീക്കിയതിന് ശേഷമുള്ള കാര്യമാണ്. അതിനുശേഷം ഹെബ്രോനിൽ അവൻ്റെ അടുക്കൽ വന്ന തലവന്മാരുടെ പേരുകളെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ, അവര് എഫ്രൈമ്യരുണ്ട്, ശൗൽ, പിന്നെ ബെന്യാമീനിലുണ്ട്, അതുപോലെ ഗാദിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗോത്രങ്ങൾ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ യോർദാൻ അക്കരെ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതിഗോത്രത്തിലും സകല യുദ്ധായുധങ്ങളോടുകൂടി വന്നവരുടെ എണ്ണം പറയുന്ന അവിടെ 1,20,000 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ അണിനിരപ്പാൻ കഴിവുള്ള യോദ്ധാക്കളായി ഇവരെല്ലാവരും ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കേണ്ടതിന്, അപ്പോൾ രാജാവാക്കിയതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ രാജാവാക്കേണ്ടതിന് ഏകാഗ്ര മനസ്സോടെ ഹെബ്രോനിലേക്ക് വന്നു. ശേഷമുള്ള ഇസ്രായേലും എല്ലാം ദാവീദിനെ രാജാവാക്കേണ്ടതിന് ഐക്യമത്യപ്പെട്ടിരുന്നു. നേരത്തെ അങ്ങനത്തെ അവസ്ഥയില്ലായിരുന്നു. എന്നാൽ ഈ ഐക്യമത്യപ്പെട്ടൊരവസ്ഥ, ഇത് നമ്മൾ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, രാജാവാക്കാൻ വേണ്ടി അവർ കൂടുന്നതിനെ സംബന്ധിച്ച്. ഇവിടെ അതിൻ്റെ ഒരു കുറച്ച് വിശദമായിട്ടും ആരൊക്കെയാണ് വന്നുകൂടിയ ആൾക്കാർ, അവരുടെ ഒരു ലിസ്റ്റും അതിൻ്റെ 2 സമയത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യം അവസാനം. അതുപോലെ തന്നെ അപ്പോൾ ഇത് കണ്ടിട്ട് ഇസാഖാർ, സെബുലൂൻ, നഫ്താലി എന്നിവർ കൂടെ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കോവർ കഴുതപ്പുറത്തും കാളപ്പുറത്തും അപ്പം, മാവ്, അത്തിപ്പഴക്കട്ട, ഉണക്കമുന്തിരിപ്പഴം, വീഞ്ഞ്, എണ്ണ എന്നിവയും കാളകളെയും വളരെ ആടുകളെയും കൊണ്ടുവന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു ഐക്യമത്യപ്പെട്ട് ഇരിക്കുകയും
ദാവീദിനെ വിശ്വസിക്കുകയും ദാവീദിനെ ബഹുമാനിക്കുകയും ദാവീദിനെ മഹത്വം കൊടുക്കുകയും ദാവീദിനെ മുമ്പ് ഉണ്ടായിരുന്ന പോലെ ദാവീദിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ദാവീദിന് ഒരു സ്ഥാനം കൊടുക്കുകയും, രാജാവെന്ന സ്ഥാനം, രാജാവായിരിക്കേണ്ടവനാണ്, ദൈവം രാജാവായിരിക്കണമെന്ന് പറഞ്ഞവനാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുള്ളവനാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവനാണെന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് അവർ വരികയും അവരെല്ലാവരും ഒരു മനസ്സോടെ ഐക്യമത്യപ്പെട്ടിട്ട് ദാവീദിൻ്റെ രാജാക്ക് വെക്കാൻ വേണ്ടി ഹെബ്രോനിൽ ഒത്തുകൂടിയ കാഴ്ചയാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം എസ്കേൽ പ്രവചനം 25-ാം അധ്യായം. ഇവിടെ അമോന്യരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പ്രവചിക്കുക എന്ന് ദൈവം പറയുന്നുണ്ട്. അതുപോലെ മോവാബിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അതുപോലെ ഏദോമിനെ സംബന്ധിച്ച്, ഫെലിസ്തരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചുള്ള ചില പ്രവാചകങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിൽ അമ്മോന്യരോട് പറയേണ്ട കാര്യം, അമ്മോന്യർ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചാണ് ദൈവം അവരെ നോക്കി വച്ചിരിക്കുന്നത്. എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതിനെയും, ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെയും, ഗ്രഹത്തിൽ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെയും ചൊല്ലി നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. അപ്പോൾ ഈ അമോൻ കിടക്കുന്നത് പിന്നെ യോർദാൻ്റെ കിഴക്ക് ഒരുപാട് മാറിയിട്ടുള്ള പ്രദേശമാണ് അമ്മോൻ. അത് ഇസ്രായേൽ ജനം ഈ കനാൻ ദേശത്ത് വരുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ കനാൻ ദേശം വിഭജിച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അരികിലോട് മാറിപ്പോയ ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ അവരവിടെ ഉണ്ട്. പക്ഷെ അവർ തൊട്ട് ചേർന്ന് കിടക്കുന്ന ദേശമാണ് ഈ ഇസ്രായേലിൽ നിന്ന് തൊട്ട് ദേശമാണ്. ഈ മഹനീമിനൊക്കെ കുറേ കിഴക്കായിട്ടാണ് അമ്മോന്യർ, ആ കിഴക്ക് വശത്താണ് മഹനീമിനും കിഴക്ക് വശത്താണ് അമ്മോന്യർ ജീവിച്ചിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തൊട്ട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവർ പറയുകയാണ്, നന്നായി എന്ന് പറഞ്ഞതുകൊണ്ട് കിഴക്ക് വശത്ത് നിന്ന് നിന്നിലേക്ക് ആളുകൾ കടന്നു വരും, അവർ നിങ്ങളെ അവകാശമാക്കും, അവർക്ക് ഞാൻ അത് നിങ്ങളെ അവകാശമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത്. അവർ നിന്റെ ഫലം തിന്നുകയും നിന്റെ പാൽ കുടിക്കുകയും ചെയ്യും. ഞാൻ രബ്ബായ ഒട്ടകങ്ങൾക്ക് ഇടപെടും. അപ്പോൾ ഈ ഒട്ടകം എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും സൗദി അറേബ്യ, അറബികളൊക്കെയാണ് ഈ ഒട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ ഇന്നത്തെ അതിൻ്റെ ദേശം നോക്കിയാലും ആ ദേശം യോർദാൻ എന്ന് പറയുന്ന രാജ്യം, ആ യോർദാന് കിഴക്ക് വശത്ത് സൗദി അറേബ്യയുമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കുകയാണ്. എനിക്കും അത് കൃത്യമായി അറിയില്ല. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അറേബ്യൻസിൻ്റെ ഒരു പ്രധാന ഒരു മൃഗമാണ് ഒട്ടകം. അപ്പോൾ അവിടെ ഒട്ടകങ്ങൾക്ക് കിടപ്പിടമാക്കും നിങ്ങളുടെ ഈ അമോന്യ ദേശം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്ന യഹൂദ ഗ്രഹം സകല ജാതികളെയും പോലെ അത്രേ എന്ന് മോവാബും സെയീരും പറയുന്നുണ്ട്. അപ്പോൾ മോവാബിനും സെയീർ എന്ന് പറഞ്ഞാൽ സെയീർ പർവ്വതം ഏദോമർക്ക് കൊടുത്ത സ്ഥലമാണല്ലോ. അപ്പോൾ മോവാബും സെയീരും പറയുന്നത് കൊണ്ട് ഞാൻ മോവാബിൻ്റെ പാർശ്വത്തെ അതിൻ്റെ അതിർത്തികളിലുള്ള പട്ടണങ്ങളായി ദേശത്തിൻ്റെ മഹത്വമായ ബേത്ത് യെഷിമോത്ത്, ബാൽമയോൻ, കിര്യഥയീം എന്നീ പട്ടണങ്ങൾ മുതൽ തുറന്നു വെച്ച് അവയെ അമ്മോന്യർ ജാതികളുടെ ഇടയിൽ ഓർക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് അമ്മോന്യരോടുകൂടെ കിഴക്കുള്ളവർക്ക് കൈവശമാക്കി കൊടുക്കും. ആർക്ക്? മോവാബിന്. ഇങ്ങനെ ഞാൻ മോവാബിലും ന്യായവിധി നടത്തും, ഞാൻ യഹോവ എന്ന് അവരും അറിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വായിക്കുന്നത് ഏദോം ഗ്രഹത്തെക്കുറിച്ചാണ്. ഏദോം ഗ്രഹം എന്താ ചെയ്യുന്നത്? ഏദോം എന്ന് പറഞ്ഞത് ഏശാവിൻ്റെ വംശപാരമ്പര്യമാണ്. യഹൂദ ഗ്രഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. എപ്പോഴും യഹൂദായോട് എതിർത്ത് നിന്ന ഒരു കൂട്ടരാണ്. അതായത് സ്വന്തം സഹോദരനാണ്, സ്വന്തം ജ്യേഷ്ഠനാണ്, എന്നിട്ടും അവർ യഹൂദ ഗ്രഹത്തോട് എപ്പോഴും യുദ്ധം ചെയ്യുവാൻ. അപ്പോൾ യഹൂദ ഗ്രഹത്തെ പ്രതികാരത്തോടാണ് കണ്ടിരുന്നത്. ഇതെല്ലാം പഴയ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. തൻ്റെ മുതുമുത്തച്ഛനായ യേശാവിനെ ചതിച്ചവനാണ്, ജ്യേഷ്ഠാവകാശം പിടിച്ചു പറിച്ചവനാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം കവർന്നവനാണ് ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബ്. ആ യാക്കോബിൻ്റെ മക്കളായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിനെ, യഹൂദ ജനത്തിനെ അവരോട് എപ്പോഴും അവർക്ക് ശത്രുതയായിരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഏദോമിൻ്റെ നേരെ കൈ നീട്ടി അതിൽ നിന്ന് മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ച് അതിനെ ശൂന്യമാക്കി കളയും. തേമാൻ മുതൽ ദേദാൻ വരെ അവർ വാളിന് വീഴും. ഞാൻ എൻ്റെ ജനമായ ഇസ്രായേൽ മുഖാന്തരം ഏദോമിനോട് പ്രതികാരം നടത്തും. അതിൻ്റെ കാരണം ഇതാണ്, തൻ്റെ ജനമായ ഇസ്രായേലിനോട്, യഹൂദയോട് ഇവർ ചെയ്ത പ്രവൃത്തികൾ, ഇവരുടെ മനോവിചാരം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന്. അപ്പോൾ
അവർ എൻ്റെ പ്രതികാരമറിയും, ഞാൻ യഹോവ എന്ന് അവരറിയുമെന്നൊക്കെ ദൈവം അവിടെ പറയുന്നു എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. അത് കഴിഞ്ഞിട്ട് ഫെലിസ്ത്യരോട് പറയുക, ഫെലിസ്ത്യരെ സംബന്ധിച്ച് പറയുകയാണ്, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്ത് പൂർവ്വദേശത്തോടും നാശം വരുത്തുവാൻ നിന്നാ ഹൃദയത്തോടും കൂടെ പകരം വീട്ടിയിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ കൈനീട്ടി ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിലെ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. ഇപ്പം നമ്മൾ ഈ ഫെലിസ്ത്യ ദേശം അവരുടെ ദേശമാണെന്ന് പറഞ്ഞാണല്ലോ നമ്മളിപ്പോഴും ഈ ഇസ്രായേൽ ഫെലിസ്ത്യ പ്രശ്നത്തെ സംബന്ധിച്ച് പറയുന്നത്. ഈ ഇസ്രായേൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇസ്രായേലിൻ്റെ അബ്രഹാം മുതലുള്ള ആൾക്കാർ ഇവിടെ വന്നതുപോലെ തന്നെ ഇവരും ക്രേത്ത എന്ന ദ്വീപിൽ നിന്നാണ് ഇവരും വരുന്നത്. ഈ ക്രേത്ത എന്ന് പറയുന്ന ദ്വീപ്. അപ്പോൾ ക്രേത്ത എന്ന ദ്വീപിലെ അവരാണ് ക്രേത്യർ എന്ന് തന്നെയാണ് പറയുന്നത്. ക്രേത്ത ദ്വീപ് നമുക്ക് ബൈബിളിൽ നോക്കുമ്പോൾ ക്രേത്ത അല്ലെങ്കിൽ CRETE ക്രേറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. ആ ക്രേത്യരാണ് ഇവരും അവിടെ നിന്ന് അവരൊരു ദ്വീപാണ്, ക്രേത്യ ദ്വീപ്. ആ ദ്വീപിൽ നിന്ന് അവർ പലായനം ചെയ്താണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെയും ഒരു അവകാശപ്പെടാൻ പറ്റിയൊരു ഭൂമിയല്ലത്, അവരും വന്നിട്ടുള്ളവരാണ്. അപ്പോൾ നീ കൈനീട്ടി ക്രേത്യർ, അവിടെ ക്രേത്യർ തന്നെയാണ് അവരെ സംബന്ധിച്ച് ഫെലിസ്ത്യരെ കുറിച്ച് പറയുന്നത്, ക്രേത്യരെ സംഹരിച്ച് കടൽക്കരയിൽ ശേഷിപ്പുള്ളവരെ നശിപ്പിച്ചു കളയും. അവർക്കപ്പോൾ കടലിൽ കൂടെ വരാനും സൗകര്യം ഉണ്ടായിരുന്നു. അവർ കടലിൽ കൂടെ തന്നെ ഈ പ്രദേശത്തേക്ക് വരാം. ക്രേത്ത ദ്വീപിൽ നിന്ന് കടലിൽ കൂടെ തന്നെ അവർക്ക് ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഈ ഭാഗത്ത് പടിഞ്ഞാറ് വശത്ത് കിഴക്ക് വശത്തേക്ക് വന്ന് ഈ ഭൂമിയുടെ ഇസ്രായേൽ ദേശത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് അവരും വന്നവരാണ്. അപ്പോൾ അതാണ് ഈ ഫെലിസ്ത്യരുടെ പാരമ്പര്യം, അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ ജാതി, അല്ലെങ്കിൽ ഫെലിസ്ത്യരുടെ യഥാർത്ഥ ദേശം എന്ന് പറഞ്ഞാൽ ക്രേത്തയാണ്, ക്രേത്യരാണ് അവർ എന്നുള്ളതാണ്. അവരെ ഞാൻ ക്രോധശിക്ഷകളോടുകൂടി അവരോട് മഹാപ്രതികാരം നടത്തും. ഞാൻ പ്രതികാരം അവരോട് നടത്തുമ്പോൾ ഞാൻ യഹോവ എന്ന് അവരും അറിയും. ഇതാണ് ദൈവം. ചുരുക്കം വാക്യങ്ങളേ ഉള്ളൂ, 17 വാക്യങ്ങളേ ഉള്ളൂ. പക്ഷെ 4 ജനസമൂഹത്തെക്കുറിച്ച് ഇവിടെ അതെല്ലാം ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രതികാരമാണ് ഇവിടെ നടത്തുന്നതെന്ന് ദൈവം ഈ എസ്കേൽ പ്രവാചകൻ മുഖാന്തരം അല്ലെങ്കിൽ എസെക്കിയേൽ പ്രവാചകൻ മുഖാന്തരം പറയുകയും അതുപോലെ ഈ പുസ്തകത്തിൽ എഴുതി രേഖയായിട്ട് വച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. 3-ാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം. യേശുക്രിസ്തുവും കൂടെ ആചരിക്കേണ്ട ഒരു പെസഹായുടെ നാളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇസ്രായേലിനായിരിക്കുന്ന യേശുക്രിസ്തു, യഹൂദനായിരിക്കുന്ന യേശുക്രിസ്തുവും പെസഹ ആചരിക്കണം. അത് ഇപ്പോഴല്ല, യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയുള്ള നാളുകൾ മുതൽ ഇന്ന് വരെയും കൃത്യമായി എല്ലാ വർഷവും യേശുക്രിസ്തു പെസഹ ആചരിച്ചിട്ടുണ്ട്. കാരണം താനൊരു ഇസ്രായേലിനാണ്. ഇസ്രായേലിന് ദൈവത്തിന് കൊടുത്ത 3 നിർബന്ധ നിയമങ്ങളിലൊന്നാണ് ഈ പെസഹ. അപ്പം അതുകൊണ്ട് അത് ചെയ്തിട്ടുണ്ട്, ക്രിസ്തുവും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നത് പെസഹ വ്യാഴത്തിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ്. ഏത് വ്യാഴം ഏത് വെള്ളി, പെസഹ വ്യാഴമാണോ വെള്ളിയാണോ എന്നൊക്കെ ആരാണ് ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത് എനിക്കറിയില്ല. വ്യാഴം, അത് കഴിഞ്ഞ് വെള്ളി, ദുഃഖവെള്ളി, പിന്നെ ശനി, ഞായറാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. ഈ ഞായർ എന്നത് തന്നെ സൺഡേ ആണ്. ഈ സൺ എവിടുന്ന് വന്നു? സൺഡേ സൺ ഗോഡ് എന്ന ആശയത്തിൽ നിന്നാണ് സൺഡേ വരുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയെ, ഇതിൻ്റെ നല്ല ഉപദേശങ്ങളെ വേറെ ചില സമൂഹങ്ങളുമായിട്ട് ഇടകലർത്തിയപ്പോൾ അവരുടെ ദേവനായ സൂര്യദേവൻ്റെ ദിവസമായ സൺഡേ, സൂര്യദേവൻ്റെ ദിവസം, അത് അവർ ഇവിടെ കൊണ്ട് മിക്സ് ചെയ്തതാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അങ്ങനെ ആക്കിയത് വഴിയാണ് അവരുടെ പ്രധാന ദിവസമായ സൺ ഗോഡിൻ്റെ, സൂര്യദേവൻ്റെ ദിവസമായ സൺഡേ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വന്ന് അങ്ങനെ ലോകമെല്ലാം അങ്ങനെ ആയതാണ്. അങ്ങനെയാണ് ദുഃഖവെള്ളി ഉണ്ടായത്, അങ്ങനെയാണ് പെസഹ വ്യാഴമുണ്ടായത്, അങ്ങനെയാണ് സൺഡേ ഉണ്ടായത്. നമുക്കൊരു തിരിച്ചറിവാണ്. അപ്പം നമുക്കിപ്പം ഏത് ദിവസമായാലും ഈ പെസഹ ഉണ്ടായിരുന്നു എന്നുള്ളതും, പെസഹയുടെ ദിവസത്തിൻ്റെ രാത്രിയിൽ ആണ് യേശു പിടിക്കപ്പെട്ടതെന്നും, യേശു കഷ്ടത അനുഭവിച്ചൊക്കെയും പെസഹായ്ക്ക് പിടിക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം കൊല ചെയ്യപ്പെടുകയും 3 ദിവസം തികയുന്നതിന് മുമ്പ് അതായത് 24 മണിക്കൂറിൻ്റെ 3
ടേൺ തികയുന്നതിന് മുമ്പ് 3-ാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യമൊക്കെ നമ്മളെ സംബന്ധിച്ച് സത്യമാണ്. പിന്നെ ആദ്യം പറഞ്ഞ ദിവസങ്ങളേതെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അതൊരു അപ്രസക്തമായതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഈ ഇതൊക്കെ അയക്കുന്നവർക്ക് ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്, എനിക്കെന്തോ വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന തരത്തിലാണ് ഓണാശംസ അയക്കുന്നത് പോലെ പെസഹ വ്യാഴം ആശംസകൾ അയക്കുന്നത്. അവർ അറിയില്ലായ്മ കൊണ്ട് അയക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോഴും എനിക്ക് ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കാൻ ഒരവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. 2 ദിവസമായി നമ്മൾ പെസഹ ഇത് കഴിഞ്ഞിട്ട് ലോകമെല്ലാം പെസഹ ആഘോഷിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന ദിവസം വന്നു. എന്നാൽ ക്രിസ്തുവിനെ കൊല്ലാനുള്ള ഉപായം ഈ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഉൾപ്പെടെ അവർ അന്വേഷിക്കുകയാണ്. അത് ഇസ്കറിയാത്ത യൂദയിൽ ഒരു സാത്താന്യ ചിന്ത കടന്നു. അങ്ങനെ അവൻ പോയി പറഞ്ഞു, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ പണവും വാങ്ങിച്ചു. പണം തന്നാൽ അതിന് അന്വേഷിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള സമയവും തക്കവും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് യോഹന്നാനെയും പത്രോസിനെയും പറഞ്ഞയക്കുകയാണ്. അവർ ചോദിക്കുന്നത്, ഞങ്ങൾ എവിടെയാണ് ഈ പെസഹ ഒരുക്കേണ്ടതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 12 പേർക്കും 13 പേർക്ക് വിശാലമായി ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമൊക്കെ വേണം, വലിയ മുറി വേണം, 2 പേരിരിക്കുന്ന പോലല്ലോ. അപ്പോൾ നിങ്ങൾ പട്ടണത്തിൽ ചെല്ലുമ്പം ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിരെ വരും. അപ്പം അവൻ കിടക്കുന്ന വീട്ടിലേക്ക് ചെന്ന് അവനോട് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറ. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയ വലിയൊരു മാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കാൻ പറയും. അവർ പോയി ഈ പറഞ്ഞ പോലെ ഇയാളെ കാണുകയും അദ്ദേഹം ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു, ഒരു മുറി, വലിയ മാളിക മുറി കാണിച്ചു കൊടുത്തു. അവിടെ എല്ലാം വിരിച്ചൊരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ പെസഹ ഒരുക്കി. അപ്പോൾ സമയമായപ്പം യേശുക്രിസ്തു അപ്പോസ്തലന്മാരുമായി ബാക്കി അപ്പോസ്തലൻ, ഇപ്പം പോയത് പത്രോസും യോഹന്നാനുമാണല്ലോ, ബാക്കിയുള്ള 10 പേരുമായിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്നു. അവിടെ കഴിച്ച് ആ മേശയുടെ ചുറ്റും ഇരിക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഇനി ഞാനത് കഴിക്കുകയില്ല. ഇനി ഇതാണ് എൻ്റെ അവസാനത്തെ അത്താഴം എന്നാണല്ലോ ലോകവും പറയുന്നത്. ഇതെൻ്റെ ഈ ഭൂമി ജീവിതത്തിലെ അവസാനത്തെ പെസഹയാണ്. ഇനി ഞാനിത് കഴിക്കുന്നത് ദൈവരാജ്യത്തിൽ മാത്രമാണ്. ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ ഇനി അത് കഴിക്കും എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പാനപാത്രം എടുത്ത് വാഴ്ത്തി. അപ്പോൾ അതിനിടയ്ക്ക് ഈ ദൈവരാജ്യത്തിൽ ഇത് ചെയ്യുവോളം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വേറെ ഉണ്ട്. അത് നമ്മളതിനെ ഞാൻ ക്രിട്ടിക്കായിട്ട് ഞാൻ കാണുകയല്ല. എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നത് എങ്ങനെയെന്നാൽ, ഈ പെസഹ എല്ലാം ക്രിസ്തുവിൻ്റെ ഈ പറയുന്ന അറുക്കപ്പെടലുണ്ട്. എല്ലാ പെസഹയിലും ഊനമില്ലാത്ത കുഞ്ഞാടിനെ അറുത്ത് കൊട്ടുളമേലും കുടംപൊടി ഒക്കെ ചെയ്തതിൻ്റെ ഓർമ്മയാണല്ലോ. ഏത് മിസ്രയീം ജനം പുറപ്പെട്ടു വന്നതിൻ്റെ. ആ മിസ്രയീം ജനം പുറപ്പെട്ടു വന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് പെസഹ ആചരിക്കുന്നത്. ഈ പെസഹ എല്ലാ കഴിഞ്ഞ നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ആചരിച്ചിരുന്ന പെസഹ എല്ലാം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അപ്പോൾ ക്രിസ്തുവിലൂടെ അത് നിവൃത്തിയായത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു പെസഹ ശേഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ക്രിസ്തുവിടെ പറഞ്ഞത് പെസഹ ഞാൻ നിങ്ങളോടുകൂടെ ദൈവരാജ്യത്തിൽ എന്ന തരത്തിലാണ്. അത് അങ്ങനെ കാണുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമ്മൾ നേരത്തെ പെസഹായെക്കുറിച്ച് പഠിക്കുന്ന ആൾക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നൊരു സംശയം തോന്നുന്നു മാത്രം. അതിനെ തെറ്റായി എടുക്കണ്ട. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവേൻ. അപ്പം വീഞ്ഞിരുന്ന പാത്രം എടുത്ത് ക്രിസ്തു വാഴ്ത്തി അതവർക്ക് പങ്കിട്ട് കൊടുത്തു. ദൈവരാജ്യം വരുമ്പോഴും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കില്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ ഇനി ഈ വൈന് ഞാൻ കുടിക്കുന്നത് ദൈവരാജ്യത്തിൽ മാത്രമായിരിക്കും, അതുവരെ ഞാനിത് കുടിക്കുകയില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അറുത്ത് കൊടുത്തു. അപ്പം
അപ്പത്തെ സംബന്ധിച്ചോട് ക്രിസ്തു പറയുന്നു, ഇതെൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞു. അവണ്ണം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം എന്താണെന്നും പറയുന്നുണ്ട് അവിടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം, എൻ്റെ രക്തത്തിലെ പുതിയ നിയമം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് നമ്മൾ ഓർത്ത് ഭക്ഷിക്കുന്നത്. ഒരിക്കലും അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമോ യേശുക്രിസ്തുവിൻ്റെ രക്തമോ അല്ല, അതിൻ്റെ ഓർമ്മ മാത്രമാണ്. പലരും അത് കഴിക്കുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെ രക്തം, യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞിട്ടാണ്. ഒരിക്കലും അത് യേശുക്രിസ്തുവിൻ്റെ ശരീരമായിട്ട് മാറുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ രക്തമായിട്ട് മാറുന്നില്ല. മറിച്ച് അതിലൂടെ നമ്മൾ ഈ ഓർമ്മയാണ് പുതുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് പുതിയ നിയമത്തിനായിട്ടുള്ള എൻ്റെ രക്തത്തിലെ പുതിയ നിയമം എന്നാണ്, എൻ്റെ രക്തത്താൽ സ്ഥാപിതമായ പുതിയ നിയമമാകുന്നു എന്നാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ അപ്പം ക്രിസ്തു വേറൊരു കാര്യം പറയും, എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നതുപോലെ ദൈവം അരുളി ചെയ്തത് അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കേണ്ടതുപോലെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ തന്നെ ദൈവപുത്രൻ പോകും, ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ചെയ്യാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അത് ആരായിരിക്കും എന്ന് അവർ തമ്മിൽ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസ്തു അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കം. 12 പേരിൽ ആരാണ് വലിയവൻ എന്നൊരു വിഷയം അവിടെ അവർ തമ്മിലുണ്ടായി. ക്രിസ്തു പറയും, നിങ്ങൾ വലിയവനാകാൻ ഇച്ഛിക്കുന്നവൻ ഇളയവനെ പോലെയും നായകനാകാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനാണ് വലിയവനെന്നാണ് ക്രിസ്തുവോടെ പറയുന്നത്. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെയാകുന്നു. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയെങ്കിൽ തിന്നുകുടിക്കുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യും. ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പാകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം, അപ്പോൾ ഒരു സമയം നീ അകന്നു പോകും, ഒരു സമയം നീ വിട്ടുപോകും. ഒരു സമയം, അതാണ് ക്രിസ്തു അവിടെ പറയുന്നതിൻ്റെ പത്രോസ് തള്ളി പറയുന്ന ആ ഒരു സമയത്തെക്കുറിച്ചാണ്. ഒരു സമയം നീ തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാർ ഉറപ്പിച്ചു കൊള്ളുക. അപ്പം നീ ഒന്ന് വിട്ടുപോകും, നീ ഒന്ന് മാറിപ്പോവും, നീ ഈ ഒരു തീവ്രതയിൽ നിന്ന് നീ അകന്നു പോകും. പക്ഷേ നീ തിരിച്ചു വരും. നീ തിരിച്ചു വന്ന് എൻ്റെ ശിഷ്യന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം അവിടെ അപ്പം തന്നെ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ ഞാനും മരിക്കാൻ തയ്യാറാണ്. നീ തടവിലായാൽ ഞാൻ തടവിലാകാനും മരിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, പത്രോസ്, നീ എന്നെ അറിയുന്നില്ല. അതായത് അതിൻ്റെ ഒന്ന് ആഴം ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ 3 പ്രാവശ്യം പറഞ്ഞ അവിടെ 3 പ്രാവശ്യം എഴുതിയിട്ടില്ല. നീ എന്നെ അറിയുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആഴം, അതായത് 3.5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന പത്രോസിനോട് പറയാൻ നീ എന്നെ അറിയുന്നില്ല. അപ്പം ഇത് നമുക്കും വിഷയമാണ്. നമ്മൾ യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുള്ള കാലം മുതലോ അല്ലെങ്കിൽ ജനിച്ച കാലം മുതലോ അല്ലെങ്കിൽ ജനിക്കുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും സഭയിലായിരുന്നിട്ട് പ്രായപൂർത്തിയായതിനു ശേഷം ഭജനമൊക്കെയും പഠിച്ച് ക്രിസ്തുവിനെ മനസ്സിലാക്കി, ദൈവത്തെയും മനസ്സിലാക്കി, ക്രിസ്തുവിനെ മനസ്സിലാക്കി ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസത്തിൽ നിന്ന് മാറി പുതിയ വിശ്വാസത്തിലേക്ക് വന്നവരായിരിക്കാം. ഇനി ആ വിശ്വാസം തന്നെ ഇനി ബൈബിൾ വിശ്വാസമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഘട്ടത്തിലായിരിക്കാം. എങ്ങനെയായിരുന്നാലും അവിടെ നമ്മളോടും പറയുന്നത് നീ എന്നെ അറിയുന്നില്ല എന്നുള്ളത്, അത് ഒരു വലിയ പ്രസ്താവനയാണ്, വലിയ ഒരു അറിയിപ്പാണ് നമ്മൾ ഓരോരുത്തരോടും. ക്രിസ്തു നമ്മളോടും കൂടെ പറയുന്നതായിരിക്കാം നീ എന്നെ അറിയുന്നില്ല എന്ന്. അത് അറിയുന്നില്ലെങ്കിൽ അറിവിലേക്ക് വരണം. അറിവിലേക്ക് വരണം. അറിവാണ് വിശ്വാസമായി പരിണമിക്കുന്നത്. ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ, അറിവ് തെറ്റരുത്. ആ അറിവാണ് നമ്മളെ വിശ്വാസത്തിലേക്ക്. അറിഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നമ്മുടെ വിശ്വാസവും തെറ്റായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിൻ്റെ വാക്ക് നമ്മൾ ഒരു വാള് പോലെ, നമ്മുടെ തലയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വാള് പോലെ നമ്മൾ കാണണം. കണ്ടിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിയാൽ നമ്മുടെ തലയിൽ വീഴും എന്നുള്ള ഓർത്താൽ എങ്ങനെയാണ് ആയിരിക്കുന്നത് പോലെ ആ ഒരു ഭയത്തോടു കൂടി
നിങ്ങൾ എന്നെ അറിയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ജോലിയിലാണ് നമ്മൾ ഇരിയാകേണ്ടത്. അങ്ങനെ ക്രിസ്തുവിനെ അറിയണം, ദൈവത്തെ അറിയണം, അറിയണം, യഥാർത്ഥമായി അറിയണം, ഉള്ളതറിയണം. എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് വിചാരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വിചാരിച്ച് എന്നോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓ, അതൊക്കെ ഇപ്പോൾ എന്തോ അങ്ങനെയൊക്കെ നോക്കിയാൽ ഒക്കുമോ എന്നൊക്കെ പറഞ്ഞ് നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായത കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആളുകളുടെ ഇടയിൽ. അപ്പോൾ ഇവിടെ പറയാം, നീ എന്നെ അറിയുന്നില്ല പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം ക്ഷമിക്കണം. ഓക്കെ, അത് തന്നെ. അതെ, യേശുക്രിസ്തുവിനെ അറിയുന്നില്ല എന്ന് പത്രോസ് പറയുന്നതിനെ സംബന്ധിച്ചാണ്. അതെ, അപ്പം ക്രിസ്തുവിനെ അറിയുന്നില്ല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയുന്നില്ല തന്നെ. പക്ഷേ അവിടെ പറയുന്നത് ക്രിസ്തുവിനെ എനിക്കവനെ അറിയില്ല എന്ന് പത്രോസ് പറയുന്ന ഭാഗമാണ്. 3 പ്രാവശ്യം പറയുമെന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം യഥാർത്ഥത്തിൽ പത്രോസ് പറയുന്നുണ്ട്, അയ്യോ എനിക്കവനെ അറിഞ്ഞില്ല. ആരവനോ? അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തു പറയുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പത്രോസ് അറിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പത്രോസ് മാത്രമല്ല, പത്രോസിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരൊന്നും യേശു ക്രിസ്തുവിനെ യൂദായുടെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എന്താണ്? അങ്ങനെ ഉണ്ടെങ്കിൽ യൂദ ക്രിസ്തുവിനെ ക്രൂശിന് ഏൽപ്പിച്ചു കൊടുക്കുമോ, അല്ലെങ്കിൽ പണം വാങ്ങിച്ചിട്ട് ഒറ്റുകയോ അല്ലെങ്കിൽ ഒറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് ആർക്കും ക്രിസ്തുവിനെ അറിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പത്രോസ് വാഗോണ്ട് പറയുന്നത് തൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും കൊല്ലും. ഇവിടെ പറയുന്നതാണ്, ഞാൻ നിനക്ക് വേണ്ടി മരിപ്പാനും തയ്യാറാണെന്നാണ്. പക്ഷേ ആ പത്രോസാണ് പറയുന്നത്, എനിക്കവനെ അറിയില്ല. സത്യമാണ്, അറിയില്ല തന്നെയാണ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു വന്നതിൽ ചെറിയൊരു പിശക് വന്നെങ്കിലും ആശയപ്രകാരം അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ അയക്കുകയാണ്. നിങ്ങൾ ചെരുപ്പും പൊക്കണവും ഇല്ലാതെന്ന് അയച്ചപ്പോൾ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? എന്നാൽ ഇപ്പം അന്ന് ഒന്ന് എടുക്കരുതെന്ന് പറഞ്ഞാണ് ഒരിക്കലും അയച്ചു, ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ 2 ചെരുപ്പ് എടുക്കണ്ട, പണം കരുതണ്ട, നിങ്ങളൊരു വടി മാത്രം കരുതി, ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പം ഇവിടെ പറയുന്നത്, മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, ഔവണ്ണം തന്നെ പൊക്കണമുള്ളവനും എടുക്കട്ടെ, ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ, അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് ഇനി എന്നിൽ നിവൃത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നിങ്ങളെ അയക്കുകയാണ്. നിങ്ങൾ നേരത്തെ അയച്ചപ്പം ഇതൊന്നും ഇല്ലാതാണ് അയച്ചത്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ പൊക്കണവും ചെരുപ്പും 2 ചെരുപ്പും, ഇവിടെ പറയുന്നില്ല ചെരുപ്പിനെക്കുറിച്ച്, എന്നാൽ വാളും ഒക്കെ ആയിട്ട് നിങ്ങൾ പുറപ്പെടണമെന്നാണ്. അപ്പോൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെയാണ് ഞാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടണ്ട. എനിക്ക് കടന്നു പോകേണ്ട ഒരു ശുശ്രൂഷ തന്നെയാണിത് എന്ന് തന്നെയാണ് യേശുക്രിസ്തു അവരോട് പറയുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു ഒലിവുമലയ്ക്ക് പതിവ് പോലെ പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. അവിടെ ക്രിസ്തു പറയാൻ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ വിട്ട് കുറച്ച് മുമ്പോട്ട് പോയി ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിച്ചു. വീണ്ടും വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞതാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. അവിടെ ചെന്ന് ക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഇതാണ്, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. അതായത് തനിക്ക് വരാനിരിക്കുന്ന ഈ മരണത്തെ എന്നിൽ നിന്ന് നീക്കണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. പക്ഷേ എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല, ദൈവമേ അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ, അതിനായി ഞാൻ ഒരുങ്ങുന്നു, അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അവന് പ്രത്യക്ഷനായി. പിന്നെയും അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എങ്ങനെയാണ് അങ്ങനെ ആകാതിരിക്കുക? നമ്മുടെ മുമ്പിൽ ഒരു മരണം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ആ മരണം വെറും ഒരു മരണമല്ല. അത് ഉറക്കത്തിൽ ഉറങ്ങി അങ്ങ് മരിച്ചു എന്ന് പറയുന്ന പോലെ ഒരു മരണമല്ല, സുഖമരണമല്ല, അറിയാതെ മരിക്കുന്ന മരണമല്ല. മറിച്ച് ദീർഘമായ മണിക്കൂറുകളുടെ പീഡ അനുഭവിച്ച് മരിക്കാനിരിക്കുന്ന ആ ക്രൂശിൽ തൂങ്ങിക്കിടന്ന് മണിക്കൂറുകളോളം വേദന അനുസരിച്ച് ഒക്കെയും മരിക്കേണ്ടുന്ന ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ, അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഈ രക്തം വിയർപ്പ് തുള്ളികളായി വീണുകൊണ്ടിരിക്കുന്നതാണ്. വിയർപ്പ് തുള്ളികളാണ് നിറയിൽ വീഴുന്നതെങ്കിലും അത് രക്തം വിയർപ്പ് പോലെ വലിയ ചോരത്തുള്ളി പോലെ ആയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ
ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂദ അവിടെ വന്നു. അത് വന്ന് യേശുവിനെ ചുംബിച്ചു. അപ്പം യേശുവിനോട് യൂദായെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് ക്രിസ്തു നേരത്തെ അറിഞ്ഞിരുന്ന കാര്യമാണല്ലോ. ഈ ചുംബിക്കാൻ വരുന്ന നേരത്തെ അവിടെ പെസഹയുടെ സമയത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപോലെ എന്നെ ഒറ്റ കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ഞാനാണ്. അപ്പം അങ്ങനെ വിശദമായിട്ട് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കവിടെ വായിക്കും. ഞാനോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെ തമ്മിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്നോട് കൂടി താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് യൂദയാണെന്നും യൂദ ചെയ്യുന്നതെന്നും യൂദയോട് പറയും നീ ചെയ്യേണ്ടത് പോയി ചെയ്യുമെന്ന് പറഞ്ഞ് യൂദയെ പറഞ്ഞയക്കുന്നതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ വായിക്കുന്നില്ല. അപ്പം അത് ഈ എല്ലാ സുവിശേഷങ്ങളും വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിക്കാം. എല്ലാ കാര്യങ്ങളും എല്ലാ സുവിശേഷങ്ങളും എഴുതിയിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും എഴുതാൻ ഇതുപോലെ എത്രയോ പുസ്തകങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഉള്ളത് മനസ്സിലാക്കാൻ, അത്രയെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 4 സുവിശേഷങ്ങളും വായിക്കണം. അങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് അവനെ പിടിച്ചു, യേശുക്രിസ്തുവിനെ പിടിച്ചു. യേശുക്രിസ്തു പറയുന്നത്, ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ട് എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. അപ്പം വളരെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്ന് പിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ദൈവാലയത്തിൽ ഇരിക്കുമ്പം ജനത്തിന് മുമ്പ് ഞാൻ ഇരിക്കുകയല്ലേ, എന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പിടിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും നിങ്ങൾ എൻ്റെ മേലെ കൈ ഓങ്ങിയില്ല. ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ സംഭവിക്കേണ്ടത് തന്നെ അത് ഇരുളിൻ്റെ അധികാരമാണെന്ന് ക്രിസ്തുവാണ് പറയുന്നത്. പിന്നെ അവിടുന്ന് അവരെ മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസ് കുറച്ച് ദൂരെ നിന്ന് യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കും. പത്രോസ് കൂടെ ഉണ്ട്, പക്ഷേ തൊട്ടടുത്തല്ല. പത്രോസ് ഒരു പരിചയവും കാണിക്കുന്നില്ല, യേശുക്രിസ്തുവിനോട് സംസാരിക്കുന്നില്ല. അവിടെ നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ പത്രോസും അവിടെ ഇരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു, തള്ളിപ്പറഞ്ഞു. അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുവൻ കണ്ടു, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ, അത് യേശുക്രിസ്തുവിൻ്റെയും ശിഷ്യന്മാരുടെയും കൂട്ടത്തിലുള്ളവൻ എന്ന് പത്രോസിനോട്. പത്രോസ് പറയുന്നു, മനുഷ്യ, ഞാനല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വേറെ ഒരുത്തൻ, ഇവനും അവനോട് കൂടി ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. കർത്താവ് പത്രോസിനെ ഒന്നും നോക്കി. അതൊരു നോട്ടമായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് ഓർത്ത് പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. വായിക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ സങ്കടം വരുന്ന, എനിക്കിപ്പോൾ അതിൻ്റെ ആ ഒരു തീവ്രതയിൽ വളരെ പാവം പത്രോസ് ആ സമയത്ത് എന്തുമാത്രം വേദനിച്ചിരുന്നു എന്ന് ഓർക്കുന്നതാണ്. അപ്പോൾ അത് പറഞ്ഞു എന്നുള്ളത് ആർക്കും സംഭവിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് ഈ വേദന വന്നില്ലെങ്കിൽ പിന്നെ അവൻ എന്ത് മനുഷ്യനാണ്? അപ്പം അങ്ങനൊരു വേദന വരണമല്ലോ. നമ്മൾ ജീവിതത്തിൽ തെറ്റുകൾ വന്നാലും സാരമില്ല എന്ന് ചിന്തിക്കുന്നതല്ലോ, മറിച്ച് എനിക്കത് സംഭവിച്ചല്ലോ, ഞാൻ അങ്ങനെ പറയേണ്ടി വന്നല്ലോ എന്ന് ചിന്തിക്കാൻ ഇടയായില്ലെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ദൈവവേദന, ഒരു നല്ല മനുഷ്യനാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അത് പത്രോസ് അത് ചെയ്തു എന്നുള്ളത് അതിനെ ചിന്തിക്കുന്ന നമ്മളെപ്പോലെയുള്ളവർക്ക് അത് പത്രോസ് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് പത്രോസിനെ കുറ്റപ്പെടുത്തുന്നതല്ല. പത്രോസ് അത് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന അല്ലെങ്കിൽ ആ നിലവിളിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പത്രോസിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണണം. പത്രോസ്, ഞാൻ നിന്നോട് മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറയുന്ന ഭാഗം അത് പത്രോസിൻ്റെ ഹൃദയം തന്നെയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, ഭയം വരുമ്പോഴൊക്കെ സംഭവിക്കുന്ന പോലെ സംഭവമാണ് പത്രോസിന് സംഭവിച്ചത്. പക്ഷേ ആ സമയം തന്നെ പത്രോസ് അത് തിരിച്ചറിയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ നോട്ടത്തിലൂടെ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ നീ ഇത് ചെയ്യുമെന്ന്. അത് തിരിച്ചറിഞ്ഞ പത്രോസിൻ്റെ വേദനയാണ് വേദന. അപ്പം അത് പത്രോസിൻ്റെ നന്മയെ നമ്മൾ കാണേണ്ടതാണ് അതിലൂടെ. എന്നിട്ട് യേശുക്രിസ്തുവിനെ പിടിച്ചവരവനെ കണ്ണുകെട്ടി എന്നിട്ട് പറയാണ് പ്രവചിക്കാം. എന്നിട്ട് പുറകിൽ അടി കൊടുത്തിട്ട് പറയാം, നീ വലിയ പ്രവാചകനായിരുന്നു, നീ ആരാണ് നിന്നെ അടിച്ചതെന്ന് നീ പ്രവചിക്കുക എന്നൊക്കെ പറയുന്നു. അവനെ പലതും ദൂഷിക്കുകയാണ്. നമ്മൾ എല്ലാ ദൂഷണവും
ഏറ്റ എല്ലാ കഷ്ടവും ശിക്ഷയോ അല്ലെങ്കിൽ തല്ലോ എല്ലാം ബൈബിളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ട് ചുരുക്കമായി പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്നിട്ട് നേരം വെളുത്തപ്പോൾ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി. എന്നിട്ട് അവനോട് ചോദ്യങ്ങൾ ചോദിക്കണം. നീ ക്രിസ്തു എങ്കിൽ പറയുക. അപ്പം ന്യായാധിപ സംഘത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജിയുടെ മുമ്പിൽ പോയാലും ജഡ്ജി കാര്യങ്ങൾ ചോദിക്കുമല്ലോ. നിൻ്റെ ഭാഗം എന്താണ്? ഈ കാര്യത്തെക്കുറിച്ച് നീ എന്ത് പറയുന്നു? നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിൻ്റെ ന്യായം, നിൻ്റെ പക്ഷം എന്നതൊക്കെ ചോദിക്കും. ഈ ചോദ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ക്രിസ്തു എങ്കിൽ നീ ഞങ്ങളോട് പറയുക. ക്രിസ്തു എന്ന് ആണെങ്കിൽ നീ എന്നോട് പറയാം. ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം. മശിഹ വരും, മശിഹ വരും, മശിഹ എന്ന് ദാവീദിൻ്റെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിൽ തന്നെ അല്ലെങ്കിൽ മശിഹ വരും. മശിഹ വരുമ്പോൾ ആ മശിഹ രാജാവായിരുന്നു, വാഴും എന്നൊക്കെയും വിശ്വസിക്കുന്ന ജനമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നീ ക്രിസ്തു ആണെങ്കിൽ, ക്രിസ്തു എന്ന് പറയുന്ന വാക്യം ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ്. ക്രിസ്റ്റോസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. യഥാർത്ഥത്തിൽ അവർ ചോദിക്കുന്നത് ക്രിസ്തു എന്നല്ല, മശിഹ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അവരുടെ ഭാഷയിൽ മശിഹ എന്നവർക്ക് ചോദിക്കാനൊക്കെയുള്ളൂ. അവർക്ക് ആ ഭാഷ അറിയാവൂ. ഇത് എഴുതിയപ്പോൾ ഇത് ഗ്രീക്കിൽ എഴുതിയത് കൊണ്ടാണ് ഇവിടെ നീ ക്രിസ്തു എങ്കിൽ ഞങ്ങളോട് പറയുക എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ക്രിസ്തു എന്ന വാക്കോ ക്രിസ്റ്റോസ് എന്ന വാക്കോ അവർക്ക് ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല. ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടണമെന്ന് പോലും ഇല്ല. എന്നാലും മശിഹ അറിയാം, മശിഹ എന്ന വാക്ക് അറിയാം. മശിഹ ആണോ എന്ന് തന്നെ ആയിരിക്കും ചോദിച്ചിട്ടുള്ളത്. ആണെങ്കിൽ നീ ഞങ്ങളോട് പറയുക എന്ന് അവരോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കും, നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പോഴൊന്ന് സംശയിച്ചതോടുകൂടിയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയില്ല. എന്നാൽ ഇന്നു മുതൽ, അവിടെയാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചു. നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്നവൻ പറഞ്ഞു. ഇവിടെയാണ് അതിൻ്റെ ഈ ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു തീർപ്പ് ആകുന്ന ഒരു ഭാഗം ഇതാണ്. ഇവിടെ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്ന ഭാഷ, അവിടെ ദൈവദൂഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആർക്കും പിതാവല്ലല്ലോ എന്നാണല്ലോ അത് അവരുടെ വിശ്വാസം. ദൈവം പിതാവല്ല, ദൈവം ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തെ ഒരു മനുഷ്യനോട് ഉപമിച്ച് അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ആക്കി ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ പറയുന്നതെന്ന് പറയുന്നിടത്താണ് ഇതിനെ ക്രിസ്തു അവിടെ കുറ്റവാളിയാകുന്നതും പിടിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടു. ഇപ്പോൾ ശരീരം കൊണ്ട് പിടിക്കപ്പെട്ടുവെങ്കിലും നിയമം കൊണ്ട് പിടിക്കപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് ആരെങ്കിലും വിളിച്ചിട്ട് അവനോട് സാക്ഷ്യം ചോദിച്ചിട്ട് നമുക്കിനി ഒരു ആവശ്യവുമില്ല. നമ്മളവൻ്റെ വാ കൊണ്ട് തന്നെ അത് കേട്ടു. എന്താണ്? അവൻ്റെ വാ കൊണ്ട് തന്നെ അവൻ ദൈവദൂഷണം പറയുന്നത് കേട്ടു. അതുകൊണ്ട് ഇവൻ കുറ്റക്കാരനാണ് എന്ന് മാത്രമല്ല, ഇവൻ മരണയോഗ്യനാണ് എന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ തൻ്റെ ദൈവത്തെ തള്ളിപ്പറയുന്നവൻ ഛേദിക്കപ്പെടണം എന്നുള്ള കൽപ്പനയാണ്, മോശയുടെ കൽപ്പനയാണ് ഇവിടെ ഇവർക്ക് ആധാരമായിരിക്കുന്നത്, അടിസ്ഥാനമായിരിക്കുന്നത്. ഈ യേശുവിനെ കൊല്ലുന്നതിൽ അവർക്ക് ന്യായീകരണമുള്ളത് ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ 23-ാം അധ്യായത്തിൽ വായിച്ച് മനസ്സിലാക്കാം. കൂടുതൽ സമയമെടുത്തു, 25 മിനിറ്റോളം എടുത്തിരിക്കുന്നു. ക്ഷമിക്കുക. അത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വെറുതെ വായിച്ചു പോകാനല്ലല്ലോ, നമുക്ക് ചില സത്യങ്ങളിലേക്ക് കൂടെ ഈ വായനയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഇത്രയും സമയമായതിന് ക്ഷമിക്കുക. ഈ ലോകമൊക്കെയും ഈ ക്രിസ്തുവിൻ്റെ മരണവും ഉയർപ്പും ഒക്കെ ഓർക്കുന്ന ഈ സമയത്ത് ഇത് എനിക്ക് യഥാർത്ഥത്തിൽ വർഷത്തിലൊരിക്കൽ ഓർക്കേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും ഓർക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ ഓർക്കേണ്ടതാണ്, നമ്മുടെ ഹൃദയത്തിൽ ശരീരത്തിൽ ഓർക്കേണ്ടതാണ്. ക്രിസ്തു കഷ്ടം അനുഭവിച്ച് മരിച്ച ശരീരത്തിൻ്റെ ഓർമ്മയ്ക്ക് ആ ശരീരത്തിൻ്റെ പങ്ക് ഭക്ഷിക്കുന്നുവെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ആൾക്കാർ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും കൂടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ശരീരവും. അപ്പോൾ ആ കഷ്ടത നമ്മൾ ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ, ഞാൻ ക്രിസ്തുവിൻ്റെ കഷ്ടത എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തു എന്തെല്ലാം കഷ്ടങ്ങൾ ഇനി അനുഭവിക്കാനുണ്ടായിരുന്നു അല്ലേ, ആ കഷ്ടങ്ങളൊക്കെ പൂരിപ്പിക്കുന്നവരാണ് അതിനുശേഷം വന്നവർ എന്ന ആശയത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ശരീരം അതൊക്കെ നമ്മൾ ഈ കഷ്ടത്തിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് ദൈനംദിനം എപ്പോഴും ദിവസം തോറും മാത്രമല്ല അനുനിമിഷം നമ്മൾ ഈ കാര്യം യേശുക്രിസ്തുവിൻ്റെ മരണവും അതുപോലെ തന്നെ ഉയർപ്പും ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ക്രിസ്തുവിന് കീഴ്പ്പെട്ട് അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത്തെ ഓർത്ത് മുന്നോട്ട് പോകേണ്ടതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ. അതിന് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഒക്കത്തില്ല. കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ അറിവ്, നമ്മുടെ വിശ്വാസം ഇതൊക്കെയും ഒരു ഭാഗത്തിരിക്കുമ്പോൾ തന്നെ
ഇത് ദൈവത്താലേ സാധ്യമാകുന്നുള്ളൊരു കാര്യം കൊണ്ട് നമുക്ക് വേണം. ഞാനിത് ശരിയാക്കി എടുക്കും എന്നൊരിക്കലും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറയുന്നത്. ദൈവത്തിന് സഹായം വേണം. ആ സഹായം എനിക്കുണ്ടാകണം എന്നുള്ള ആഗ്രഹം വേണം. ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള വിശ്വാസം വേണം. ദൈവം സഹായിച്ചാൽ ഈ കാര്യങ്ങൾ നടക്കുമെന്നുള്ള അറിവും വേണം. അപ്പോൾ ഇത് ആ തരത്തിൽ ദൈവം സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് പുതിയ ദിവസത്തിൽ നമുക്ക് വീണ്ടും വായനയിൽ ഒത്തുകൂടാം, കാണാമെന്നുള്ള പ്രത്യാശയോടെ നിർത്തുന്നു. നന്ദി.